ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൃദ്ധനായ ഒരു അധ്യാപകനും 18 വയസ്സ് തികയാത്ത ഒരു വിദ്യാർത്ഥിനിയും തമ്മിലുള്ള അവിഹിതബന്ധവും അതിനെ തുടർന്നു ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ള ക്യാരീഡ് എവേ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വൃദ്ധനായ അധ്യാപകനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് ഒരു ആക്സിഡന്റ് പറ്റി. അതിനുശേഷം അദ്ദേഹം ഒരു വികലാംഗനായി. അപ്പോൾ മുതൽ അദ്ദേഹത്തിന് വടിയിലൂന്നി ഞൊണ്ടി മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം തന്റെ വൃദ്ധയായ അമ്മയുടെ കൂടെ ഒരു ഫാം ഹൗസിൽ മൃഗങ്ങളെ നോക്കിയാണ് ജീവിക്കുന്നത്. അടുത്ത ദിവസം അദ്ദേഹം ക്ലാസ്സിൽ എത്തുന്നു. അയാൾ കുട്ടികളോട് സ്കൂൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പൂട്ടും എന്ന് പറയുന്നു. ആ സമയം 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ക്ലാസ് റൂമിലേക്ക് വരുന്നു. അവളുടെ പേര് കാതറിൻ വീലർ എന്നാണ്. സ്കൂളിന് ശേഷം ജോസഫ് റോസിലിൻ എന്ന വിധവയോട് സംസാരിക്കുന്നു. സ്കൂളിനെ പറ്റിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് റോസിലിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അടുത്ത ദിവസം കാതറിനും അവളുടെ പട്ടാളക്കാരനായ അച്ഛനും ചേർന്ന് ജോസഫിന്റെ ഫാം ഹൗസിലേക്ക് വരുന്നു. അതിനുശേഷം കാതറിന്റെ അച്ഛൻ ജോസഫിനോട് കാതറിനെ ആ സ്കൂളിൽ ചേർക്കണമെന്നും അതിനുള്ള പണം താൻ കെട്ടാമെന്നും അയാളോട് പറയുന്നു. അതിനുശേഷം കാതറിനും ജോസഫും വണ്ടിയെടുത്ത് പുറത്തു പോകുന്നു. താൻ ഈ വർഷം റിട്ടയറാകുമെന്ന് ജോസഫ് കാതറിനോട് പറഞ്ഞു. അതിനുശേഷം കാതറിൻ ജോസഫിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ജോസഫിന് അതിനുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ആദ്യമായി കാതറിൻ ജോസഫിനെ വശീകരിക്കാൻ ഒറ്റയ്ക്ക് കിട്ടിയ അവസരമതായിരുന്നു. അടുത്ത ദിവസം ജോസഫിന്റെ അമ്മയെ കാണാൻ ഡോക്ടർ എത്തുന്നു. ആ ഡോക്ടർ ജോസഫിനോട് ഇനി അമ്മയ്ക്ക് കുറച്ചുനാൾ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ ഇനി ഹോസ്പിറ്റലിൽ നിൽക്കുന്നതായിരിക്കും നല്ലതെന്നും പറയുന്നു. അടുത്ത ദിവസം ജോസഫ് ക്ലാസ് കഴിഞ്ഞു ഫാം ഹൗസിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ കാതറിൻ ജോസഫിനെ കാത്തിരിക്കുന്നത് കാണുന്നു. ജോസഫ് വന്ന് അവളുടെ അടുത്തിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി കാതറിൻ അവളുടെ ഡ്രസ് അഴിച്ച് ജോസിനെ വശീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജോസഫിന് അതിന് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സ് ആ തെറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അവിടെ നിന്ന് പുറത്തുപോയ ജോസഫ് തന്റെ ജീവിതത്തിൽ ഒരു സുഖവും ഇതുവരെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അയാൾ വീണ്ടും കാതറിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വച്ച് കാതറിനും ജോസഫും നന്നായി സുഖിച്ചു. അവർ വഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്നു. അടുത്ത ദിവസം ഒരു ബോർഡ് മീറ്റിംഗിൽ വച്ച് ബോർഡ് മെമ്പേഴ്സ് ജോസഫിനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അയാളെ വാൻ ചെയ്യുന്നു. എന്നാൽ ജോസഫിന് അതിഷ്ടപ്പെട്ടില്ല. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ഡോക്ടർ ജോസഫിന്റെ അടുത്ത് വന്ന് കാതറിന്റെ അച്ഛന് വേട്ടയാടാൻ താൽപ്പര്യമുണ്ടെന്നും അയാളെ പറ്റുമെങ്കിൽ വേട്ടയാടാൻ പോകുമ്പോൾ കൂടെ കൂട്ടണമെന്നും പറഞ്ഞു. ഡോക്ടർ അയാളുടെ പഴയ തോക്ക് ജോസഫിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ജോസഫ് ക്ലാസ്സിൽ എല്ലാ കുട്ടികളോടും എസ്സേ എഴുതാൻ പറയുന്നു. ആ സമയം കാതറിൻ ജോസഫിന്റെ അടുത്തേക്ക് വന്ന് ഒരു ലെറ്റർ കൊടുത്തിട്ട് തനിക്ക് ഉടനെ കാണുമെന്നും ചിലത് പറയാനുണ്ടെന്നും അതിൽ എഴുതി കാണിക്കുന്നു. അതിനുശേഷം കാറിലിരുന്ന് ജോസഫ് കാതറിനോട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ ലെറ്റർ എഴുതിയാൽ ആരെങ്കിലും കാണുമെന്നും അവരുടെ വഴിവിട്ട ബന്ധം ആളുകൾ അറിയുമെന്നും അവളോട് പറയുന്നു. കാതറിൻ കാറിലിരുന്ന് അവളുടെ ഷഡ്ഡിയൂരി ജോസഫിനെ കൊതിപ്പിക്കുന്നു. അതിനുശേഷം താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ജോസഫിനെ പറ്റിക്കുന്നു. ജോസഫ് ആകെ വിയർത്തുപോയിരുന്നു. അടുത്ത ദിവസം ജോസഫിനെ തേടി കാതറിൻ വന്നു. അവൾ ജോസഫിന് കുടിക്കാൻ വൈൻ കൊണ്ടുവന്നു. അപ്പോൾ ജോസഫ് അവളോട് അമ്മയെപ്പറ്റി ചോദിച്ചു. അവൾ അതിനുത്തരം പറയാതെ ജോസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൾ അവളുടെ തുണി പതിയെ പൊക്കാൻ തുടങ്ങി. അവൾ ജോസഫിന്റെ മടിയിൽ ഇരുന്നു. അവർ അവിടെ വീണ്ടും സുഖിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് അവിചാരിതമായി ഡോക്ടർ കടന്നുവന്നു. ഡോക്ടർ ജോസഫിനെയും കാതറിനെയും ഒരുമിച്ച് കണ്ടു. അതിനുശേഷം ഡോക്ടർ ജോസഫിനെ ചായ കുടിക്കാൻ വിളിച്ചുവരുത്തി. ഈ ബന്ധം നിനക്ക് നല്ലതല്ലെന്നും ഇത് റോസിലിനുമായ ബന്ധത്തിന് പ്രശ്നമാണെന്നും ഇത് ഉടനെ അവസാനിപ്പിക്കണമെന്നും ഡോക്ടർ ജോസഫിനെ ഉപദേശിച്ചു. അടുത്ത ദിവസം റോസിലിൻ വന്നു ജോസഫിനെ കിടക്ക പങ്കിടാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ജോസഫ് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. റോസിലിന് ഒരുപാട് വിഷമമായി. വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ജോസഫിനോട് നീയും കാതറിനുമായുള്ള ബന്ധം തനിക്ക് അറിയാമെന്നും ഇത് എത്രകാലമായി തുടങ്ങിയിട്ടുമെന്നും അമ്മ ജോസഫിനോട് ചോദിച്ചു. അപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാതെയായി. ജോസഫ് അമ്മയെ കൊണ്ട് കട്ടിലിൽ കിടത്തി.
അമ്മ കൂടി ചോദിച്ചപ്പോൾ ജോസഫ് തന്റെ തെറ്റു മനസ്സിലായി. അയാൾ കുറ്റബോധം കൊണ്ട് റോസലിന്റെ അടുത്തേക്ക് പോയി. ഓരോ കാര്യങ്ങൾ പറഞ്ഞു റോസലിനെ ബോധ്യപ്പെടുത്താൻ നോക്കി. എന്നാൽ റോസലിന് ജോസഫിൽ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. തന്റെ പ്രായമുള്ള ആളുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അത് സ്വാഭാവികം ആണെന്നും ജോസഫ് പറഞ്ഞു. താനും റോസിനിലും കടൽത്തീരത്ത് വീട് വച്ച് ജീവിക്കണം എന്നുള്ള സ്വപ്നം അവളോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം ജോസഫ് തന്റെ ഡ്രസ് അഴിച്ചുമാറ്റി റോസലിനെ കിടക്ക പങ്കിടാൻ ക്ഷണിച്ചു. ആദ്യമൊക്കെ റോസലിൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ജോസഫിന്റെ നിർബന്ധപ്രകാരം റോസലിൻ അവളുടെ ഡ്രസ് അഴിച്ച് ജോസഫുമായി കിടക്ക പങ്കിട്ടു. അവർ ആ രാത്രി ഒരുപാട് സുഖിച്ചു. അടുത്ത ദിവസം ജോസഫിന്റെ അമ്മ മരിച്ചുപോയി. അന്ത്യചടങ്ങിനുള്ള സന്ദേശങ്ങൾ എഴുതുന്നതിനിടയിൽ റോസലിന് ഒരു ലെറ്റർ കിട്ടുന്നു. അത് കാതറിൻ ജോസഫിന് എഴുതിയ രഹസ്യ ലെറ്റർ ആയിരുന്നു. അങ്ങനെ കാതറിനും ജോസഫുമായുള്ള അവിഹിത ബന്ധം റോസലിൻ തിരിച്ചറിഞ്ഞു. റോസലിൻ ജോസഫിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുവെന്ന് അവൾ പറയുന്നു. എന്നാൽ ജോസഫ് അവളെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. ഞാനും കാതറിനുമായി അവിഹിതമില്ലെന്ന് അയാൾ കള്ളം പറഞ്ഞു. എന്നാൽ താൻ ഇത് വിശ്വസിക്കില്ലെന്ന് റോസലിൻ പറഞ്ഞു. അവൾ അയാളെ തള്ളിയിട്ടു അവിടെ നിന്നിറങ്ങിപ്പോയി. അന്നു വൈകുന്നേരം കാതറിൻ ജോസഫിന്റെ അടുത്തു വന്നു. അവൾ തുണിയഴിച്ച് ജോസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അവൾ ജോസഫിനെ നിർബന്ധിച്ചു. എന്നാൽ ജോസഫ് ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് അവളോട് പറഞ്ഞു. ഈ ബന്ധം വേണ്ട എന്ന് വെച്ചതിൽ താൻ ഖേദിക്കുമെന്ന് കാതറിൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തി. കാതറിന്റെ അച്ഛനും മകളുമായുള്ള ബന്ധം അറിയാമെന്നും അയാൾ തന്നെ വെറുതെ വിടുവില്ലെന്നും ജോസഫ് ഒരു കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ജോസഫ് ഡോക്ടർ തന്ന തോക്കുമായി കാതറിന്റെ അച്ഛനുവേണ്ടി കാത്തിരിക്കുന്നു. കാതറിന്റെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു. കാതറിന്റെ അച്ഛൻ ജോസഫിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നു. അയാൾ കാതറിനെ വിവാഹം കഴിക്കാൻ ജോസഫിനെ നിർബന്ധിക്കുന്നു. എന്നാൽ ജോസഫ് അതിന് വിസമ്മതിച്ചു. ഒടുവിൽ കാതറിന്റെ അച്ഛന് ജോസഫ് ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി. ഇത് ജോസഫിന്റെ മാത്രം കുറ്റമല്ല, തന്റെ മകളുടെ കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ കാതറിന്റെ അമ്മ ജോസഫിന് അടികൊടുത്ത് അവിടെ നിന്നുപോയി. അച്ഛനും അമ്മയും പോയതിനുശേഷം കാതറിൻ ജോസഫിനെ തേടി എത്തുന്നു. കാതറിൻ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് ജോസഫിനെ നിർബന്ധിക്കുന്നു. നമ്മൾ തമ്മിൽ ഉണ്ടായത് വെറും കാമം മാത്രമാണെന്ന് ജോസഫ് അവളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിന് ഭാവിയില്ലെന്നും നിനക്ക് ചെറിയ പ്രായമാണെന്നും ഇനിയും ഒരുപാട് ജീവിതമുണ്ടെന്നും കാതറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവസാനം കാതറിൻ ജോസഫിനെ ഉമ്മ വെച്ചിട്ട് താൻ ഒരു വലിയ തെറ്റ് ചെയ്തുവെന്ന് ജോസഫിനോട് പറയുന്നു. ജോസഫ് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവൾ ആ ഫാം ഹൗസിന് തീയിട്ടിരുന്നു. അതിൽ കാതറിന്റെ കുതിര ചത്തുപോയി. അതിനുശേഷം ജോസഫ് തന്റെ ജീവിതം മാറ്റാൻ തീരുമാനിക്കുന്നു. ജോസഫ് റോസലിന്റെ അടുത്ത് ചെന്ന് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവളോട് മാപ്പപേക്ഷിച്ചു. റോസലിൻ അയാളോട് ക്ഷമിച്ചു. അയാൾ അതുവരെയുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനുമെടുത്ത് അവർ സ്വപ്നം കണ്ടപോലെ കടൽത്തീരത്ത് വീട് വെച്ച് ശേഷിച്ച ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരും വരേക്കും ബൈ.